മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോവുകയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. PMC പദ്ധതിയിൽ ഉടൻ നടപടികളിലേക്ക് കടക്കേണ്ട എന്ന തീരുമാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളുകളുടെ ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് കൈമാറില്ല. SSK ഫണ്ടിനായി മാത്രം പ്രപ്പോസൽ സമർപ്പിക്കും. ആദ്യഘട്ട പ്രപ്പോസൽ ഇന്ന് സമർപ്പിക്കും. 971 കോടി രൂപ SSKക്ക് നൽകണം എന്നാണ് കേന്ദ്രത്തിന് നൽകാം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. ഗോപാൽ ശീല ചാനലിലേക്ക് പോവുകയാണ്. ഗോപാൽ, എന്താണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു നിലപാട്? അവരുടെ നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കും ഇനി? വിനേഷ്, ഇന്നലെ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. തന്ത്രപരമായ നീക്കമാണ് ഇതെന്ന്. ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. എന്താണെങ്കിലും ഈ വിഷയത്തിൽ സ്കൂളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി നൽകുന്ന നടപടിയിലേക്ക് തൽക്കാലം കടക്കേണ്ടതില്ല എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. 300-ലധികം സ്കൂളുകളാണ് PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഈ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു എന്ന തരത്തിലേക്കുള്ള സൂചനകളൊക്കെ വരുന്ന പശ്ചാത്തലത്തിലാണ് തൽക്കാലം ഈ സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കി നൽകേണ്ടതില്ല, പകരം SSKക്ക് വേണ്ട പ്രപ്പോസൽ മാത്രം നൽകിയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രി പറയാതെ പറയുന്നത് ഈ ഫണ്ട് മാത്രമാണ് ലക്ഷ്യം, വേറെ ഒന്നും ഇതിൽ പ്രശ്നമല്ല. ആ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കുപോക്കാണ് ഇത് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കാനാണ് മന്ത്രി ഇതിനെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ SSKക്ക് വേണ്ടിയുള്ള പ്രപ്പോസൽ തയ്യാറാക്കി നൽകി കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞ 2023-24 വർഷത്തെയും 2024-25 വർഷത്തെയും 2025-26 അതായത് നടപ്പ് അക്കാദമിക വർഷത്തെയും 3 അക്കാദമിക വർഷങ്ങളിലെയും കുടിശ്ശികയായിട്ടുള്ള ആകെ 971 കോടി രൂപ അത് നേടിയെടുക്കുക എന്നതാണ് സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പിന്നിൽ ഈ CPIയുടെ സമ്മർദ്ദമുണ്ടോ, നിലപാട് വ്യത്യാസത്തിലെ വിമർശനങ്ങൾ ഏശിയിട്ടുണ്ടോ എന്ന ചോദ്യമൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അപ്പോഴും പണം കിട്ടാതെ ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന തരത്തിലേക്ക് കൃത്യമായി കർശനമായി തന്നെ നിലപാടിൽ നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. മറുവശത്തിന് വേണ്ടിയുള്ള രമ്യതയ്ക്കും അനുനയത്തിനും വേണ്ടിയുള്ള നീക്കമൊക്കെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുൻകൈയെടുത്ത് തന്നെ നടത്തുന്നുണ്ട്. നമ്മൾ ഇന്ന് കണ്ടതാണ് CPI നേതാക്കളുമായി അവരുടെ ഓഫീസിലെത്തി കൂടിക്കാഴ്ച നടത്തുന്ന വി ശിവൻകുട്ടിയെ അവർ അല്പനേരം ചെലവഴിച്ചു. 3 പേരും ഒന്നിച്ചു നിൽക്കുന്നത്, അതായത് മന്ത്രി GR അനിൽ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമൊക്കെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ സ്വന്തം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിന് പിന്നിലും ഇത്തരത്തിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, അത് രമ്യതയിലേക്ക് എത്തി എന്ന തരത്തിലേക്കൊക്കെ ഒരു പ്രചാരണത്തിന്റെ സ്വരമൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഈ വിഷയത്തിൽ പണം വേണം, പണം കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, അതിനുവേണ്ടി ഇടപെടൽ മാത്രമാണ് ഇതെന്നാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും വിശദീകരിക്കുന്നത്. അതാണ് തന്ത്രപരമായ നീക്കം എന്ന് ഇന്നലെ പറഞ്ഞതാണ് വി ശിവൻകുട്ടി. തന്ത്രപരമായ നീക്കങ്ങൾ അത് പുറത്തു പറയാൻ കഴിയില്ലല്ലോ എന്നായിരുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇനിയിപ്പോൾ അതിന്റെ ഭാഗമാണോ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഈ തന്ത്രപരമായ കാര്യങ്ങളൊന്നും ഇന്നിപ്പോൾ ബിനോയ് വിശ്വത്തോടും അതുപോലെ തന്നെ GR അനിലിനെയും കണ്ട് സംസാരിച്ച് പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഗോപാൽ ശീല ചാനലാണ് വിവരങ്ങൾ നൽകിയത്.